വി എസിൻ്റെ മകൻ അരുൺകുമാറിന് വലിയൊരു കൺഫ്യൂഷനാണ്. ഈ കൺഫ്യൂഷൻ വന്നത് സി പി എം എന്ന പാർട്ടിയിലായതുകൊണ്ടാണ്. കോൺഗ്രസ്സിലോ മറ്റേതെങ്കിലും പാർട്ടിയിലാണെങ്കിൽ ഈ കൺഫ്യൂഷൻ വരത്തില്ല. പത്മഭൂഷൺ അവാർഡ് അല്ലെങ്കിൽ പുരസ്കാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആദരവ് വി എസ് അച്യുതാനന്ദന് കൊടുത്തപ്പോൾ, അദ്ദേഹം മരണാനന്തരമായിട്ട് കൊടുത്തപ്പോൾ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച്, എൻ്റെ മനസ്സിലാക്കലിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് മുൻകാലങ്ങളിൽ പത്മഭൂഷണോ പത്മശ്രീ പുരസ്കാരങ്ങൾ കൊടുക്കുമ്പോൾ വേണ്ടപ്പെട്ട വ്യക്തികളെ വിളിച്ച് പറയാറില്ല. അവർ ചാനലിലൂടെയൊക്കെ അറിയും, അല്ലെങ്കിൽ പിന്നെ കത്തയച്ചൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ അവർ പലരും നിരസിക്കുമായിരുന്നു. പലരും നേരത്തെ ഇത് നിരസിക്കുമായിരുന്നു. കോൺഗ്രസിൻ്റെ കാലത്തും അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ പത്മ അവാർഡ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. നമ്മൾ പത്മ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ കിട്ടുന്ന ആളിനെ അല്ലെങ്കിൽ കൊടുക്കുന്ന ആളിനെ വിളിച്ചു പറയും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് ഫോൺ ചെയ്ത് പറയും. ബാക്കി ലെറ്ററൊക്കെ പിന്നെയേ കൊടുക്കുകയുള്ളൂ. പക്ഷേ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒരു അവാർഡിൽ നിങ്ങളെ പരിഗണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? എതിർപ്പൊന്നുമില്ല, കുഴപ്പമില്ല, പരിഗണിച്ചോളൂ എന്ന് പറഞ്ഞാൽ മാത്രമേ. പരിഗണിച്ചോളൂ എന്ന് പറയുമ്പോൾ തന്നെ അറിഞ്ഞോണം നമുക്കുണ്ട്. ഇപ്പോൾ എന്നെ വിളിച്ചാൽ എനിക്കുണ്ട്, കാരണം അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അരുൺകുമാറിന് ഫോൺ കാൾ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ എം എ ബേബിയായിട്ടും ഗോവിന്ദൻ മാഷുമായിട്ടും പിണറായി വിജയനുമായിട്ടും ഒന്ന് ആലോചിച്ചിട്ട് അരുൺകുമാറിൻ്റെ അഭിപ്രായം പറയാമായിരുന്നു. അത് ചെയ്തില്ല. അവസാനം കിട്ടിയപ്പോൾ വലിയ സന്തോഷമാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ പാർട്ടി വലിയൊരു കെണി വെച്ചു. കുടുംബത്തിന് തീരുമാനിക്കാം. കാരണം നേരത്തെ EMSനും ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും ജ്യോതി ബസുവിനും ഇതുപോലെ അവാർഡ് കിട്ടിയപ്പോൾ അവർ അത് നിരസിച്ചു. അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് അവർ നിരസിച്ചു. അതുകൊണ്ട് പാർട്ടി ഇതിനകത്ത് തീരുമാനം എടുക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ അപകടം അരുൺകുമാർ മനസ്സിലായി. അത് പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അരുൺകുമാർ ആലപ്പുഴയോ അമ്പലപ്പുഴയോ അല്ലെങ്കിൽ കായംകുളത്തോ എവിടെയെങ്കിലും മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ അരുൺകുമാർ അസംബ്ലിയിലേക്ക് വി എസിൻ്റെ മകനായി മത്സരിക്കാൻ പോകുന്നതിനിടയിലാണ് ഈ ട്രാപ്പ് വന്നത്. അരുൺകുമാറിനും കുടുംബത്തിനും അറിയാം, ഇങ്ങനെ അവാർഡ് വാങ്ങിയാൽ തീർച്ചയായിട്ടും CPM തൽക്കാലം ഒന്നും പറയത്തൊന്നുമില്ല, അവാർഡൊക്കെ വാങ്ങിച്ചോ എന്നൊക്കെ പറയും. പക്ഷേ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ 8ൻ്റെ പണി കൊടുക്കും. ഒരു കാരണവശാലും സ്ഥാനാർത്ഥിത്വം കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൽ വി എസിൻ്റെ കുടുംബം നിൽക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും നേടാനില്ലെങ്കിൽ മാത്രമല്ല, വേറെയുണ്ട് പ്രശ്നം. അരുൺകുമാറിനും ആശയ്ക്കുമൊക്കെ പൊസിഷനുകളിലും താല്പര്യമുണ്ട്. ആശ പിന്നെ ഡോക്ടർ ആശ അങ്ങനെ പൊസിഷൻ രാജീവ് ഗാന്ധി സെൻറ്ററിലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് വേറൊരു പ്രൊസീജിയറാണ്. അത് പിന്നെ അവിടെ അവരുടെ പൊസിഷനാണ്, പക്ഷേ സ്റ്റേറ്റിലല്ലല്ലോ. അതേസമയം ഇപ്പുറത്ത് പിന്നെ അരുൺകുമാറിന് ഒന്നുകിൽ പൊസിഷനുകളിൽ താല്പര്യമുണ്ട്. LDF ഭാവിയിൽ വന്നാൽ, കാരണം പ്രായം കുറവല്ലേ. അപ്പോൾ ഭാവിയിൽ LDF ഇപ്പോൾ UDF വന്നാലും പിന്നെ ഭാവിയിൽ LDF വന്നാൽ മാറിയും തിരിഞ്ഞും വന്നാൽ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനങ്ങൾ കിട്ടാതിരിക്കുമോ, അതുപോലെ തന്നെ ഇപ്രാവശ്യം ഈ മത്സരിക്കാനുള്ള ഒരു സാധ്യത നഷ്ടപ്പെടുമോ എന്നുള്ളതിലാണ് പത്മവിഭൂഷൺ സ്വീകരിക്കുന്നതിലുള്ള ഒരു ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു സംശയം നിൽക്കുന്നത്. അന്തിമ തീരുമാനം പാർട്ടി എന്തെടുക്കുമോ അതനുസരിച്ച് നിൽക്കാമെന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. മുൻകാലങ്ങളിൽ ഇത്തരം പുരസ്കാരങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നിരസിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, EMSും ജ്യോതി ബസും ബുദ്ധദേവ് ഭട്ടാചാര്യയൊക്കെ നിരസിച്ചു. മാത്രമല്ല KK ശൈലജ ടീച്ചറിന് വിദേശത്തു നിന്ന് കിട്ടിയ ഒരു പുരസ്കാരം വാങ്ങണ്ട എന്ന് പാർട്ടി പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഇവിടെ കിടപ്പുണ്ട്. വി എസ് ജീവിച്ചിരിപ്പില്ലാത്ത സാഹചര്യത്തിൽ കുടുംബത്തിന് തീരുമാനിക്കാമെന്നാണ് പാർട്ടി പറഞ്ഞത്. പക്ഷേ വി എസ് ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നിഷേധിച്ചേനെ. പഴയ ഇതെല്ലാം കിടക്കുന്നതുകൊണ്ടും BJP ഗവൺമെൻറ് കൊടുത്തതുകൊണ്ടും വി എസ് നിഷേധിച്ചേനെ, അത് വേറെ കാര്യം. പക്ഷേ ആദ്യമേ തന്നെ നിഷേധിക്കുമായിരുന്നു. അങ്ങനെ പത്മഭൂഷൺ ബഹുമതിക്ക് വി എസ് അർഹനായോ എന്ന് ചൂണ്ടിക്കാട്ടിയ കത്ത് ഞാൻ പറഞ്ഞത് ഇന്നലെയാണ് കിട്ടിയത്. പക്ഷേ മുൻകൂട്ടി ഒരു വിവരം തീർച്ചയായിട്ടും വിളിച്ച് പറയും, അല്ലാതെ ഒരു സർപ്രൈസ് കൊടുക്കലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. അരുൺകുമാറിൻ്റെ ഫേസ്ബുക്കിൽ അരുൺകുമാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ജനകീയ പോരാട്ടങ്ങളിലൂടെ വലിയ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച വി എസ് അച്യുതാനന്ദന് ഇത് കിട്ടിയ ഇത് വളരെ സന്തോഷമാണെന്ന് അരുൺകുമാർ പറഞ്ഞിട്ടുമുണ്ട്. ഒരു വശത്ത് ഇത് സന്തോഷമാണെന്ന് പറയുകയും മറുവശത്ത് ഇത് വാങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രതിസന്ധിയിലാണ് വി എസിൻ്റെ കുടുംബം. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് പാർട്ടി തീരുമാനമൊക്കെ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞാൽ അപ്പോഴും ഒരു അപകടം കിടപ്പുണ്ട്. അരുണിന് അറിയാമത്, അരുൺകുമാറിന് അറിയാം. അപകടം എന്തെന്ന് പറഞ്ഞാൽ, അങ്ങനെ വാങ്ങിച്ചോളാൻ പറഞ്ഞ് വാങ്ങിച്ചാൽ തീർച്ചയായിട്ടും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം മുടങ്ങാം, അല്ലെങ്കിൽ പിന്നെ
വരുന്ന പൊസിഷനുകളും മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മകൻ്റെ പേരിൽ ചില കേസുകളും കിടപ്പുണ്ട്. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കി വിവരാവകാശം എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് നേരിട്ട് കുത്തിപ്പൊക്കണമെന്നില്ല. ആരെങ്കിലും കൊണ്ട് വിവരാവകാശമൊക്കെ കൊടുപ്പിച്ച് വിവരാവകാശത്തിലെ കോടതിയിലൊക്കെ ആരെങ്കിലുമൊക്കെ പോയി അതിനെ നാശക്കോട്ടയാക്കി അവരുടെ കുടുംബത്തെ നശിപ്പിക്കും. കാരണം ഇത് പാർട്ടി CPM ആണ്. ഇന്നലെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ, അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്നു പയ്യന്നൂരിലെ, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, വളരെ വലിയ നേതാവാണ്. പാർട്ടിയുടെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ സാധാരണ നേതാവല്ല, വളരെ സാധാരണക്കാർക്ക് അങ്ങനെ എത്താൻ പറ്റുന്നതല്ല. അത് പ്രവർത്തിച്ച് എത്തിച്ച ഒരു പദവിയാണ്. അവിടെ ഇരുന്ന അദ്ദേഹത്തെ കളഞ്ഞതിനെ പറഞ്ഞ് വിറക് കൊള്ളിയെപ്പോലെ, കോടാലിയെപ്പോലെ ഞങ്ങൾ കളഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ നികൃഷ്ടമായ രീതിയിലാണ് ഗോവിന്ദമാഷൊക്കെ പത്രസമ്മേളനത്തിൽ പറയുന്നത്. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇന്നലെ വരെ കൂടെ നിന്ന ആളല്ലേ. അദ്ദേഹം വേറെ ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം പുറത്ത് പോയി അദ്ദേഹം കണ്ട കാര്യങ്ങൾ അദ്ദേഹം പുസ്തകമാക്കി നാട്ടുകാർക്ക് കൊടുത്തു. അത് നാട്ടുകാർ തീരുമാനിക്കട്ടെ ഇതിനകത്ത് ശരി തെറ്റുകൾ എന്ന് പറയുന്നതിന് പകരം, ഒരു ജനാധിപത്യത്തിന് പകരം വളരെ കർക്കശമായി ചെയ്തു എന്ന് മാത്രമല്ല, കൂടെയുള്ള ആളിൻ്റെ ബൈക്ക് കത്തിക്കുന്നു, കൂടെയുള്ള ഒരു DYFIയുടെ ഒരു നേതാവിൻ്റെ ഫോട്ടോ പ്രദർശനം തടയുന്നു. ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ തല്ലുകളും കുഴപ്പങ്ങളും. ഈ വിഷയമൊക്കെ ഒന്ന് അണഞ്ഞ് അദ്ദേഹം 1000 പുസ്തകം ഇന്നലെ ചൂടപ്പം പോലെ വിറ്റുപോയി, അടുത്ത കോപ്പി ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംഘർഷം കാത്തിരിക്കുന്നുണ്ട് കുഞ്ഞികൃഷ്ണൻ്റെ കുടുംബവും കുഞ്ഞികൃഷ്ണനും. എന്തും സംഭവിക്കാം. അത് കാരണം ഈ CPM പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശത്രുത വന്നാൽ ഒന്നുകിൽ അകത്തിട്ട് കൊല്ലും, അല്ലെങ്കിൽ പുറത്തിട്ട് കൊല്ലും. ഇതാണ് സ്ഥിതി. ഒന്നുകിൽ അകത്തിട്ട് കൊല്ലും, അല്ലെങ്കിൽ പുറത്തിട്ട് കൊല്ലും. ഇതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. VS അച്യുതാനന്ദൻ്റെ പാർട്ടി ശാസിച്ചിട്ടുണ്ട്. ചൈനക്കാർക്ക് ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് രക്തം കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഗൗരിയമ്മ അനുഭവിച്ച ശിക്ഷ ചെറുതല്ല, പാർട്ടിയിൽ നിന്ന് അവസാനം മാറിപ്പോകേണ്ടി വന്നു. MB രാഘവൻ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷ ചെറുതല്ല, അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് മാറിപ്പോകേണ്ടി വന്നു. അവസാനം 5 പേരുടെ വെടിവെപ്പ് തന്നെ കൂത്തുപറമ്പിലുണ്ടായി. എന്തെല്ലാം സംഭവങ്ങളാണ് CPMനെ സംബന്ധിച്ച് ചരിത്രം പരിശോധിച്ചാൽ. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു സഖാവ് VSൻ്റെ ലൈനിൽ ചിന്തിക്കുകയും അവസാനം പാർട്ടിയിലേറ്റ് തെറ്റുകയും ഓഞ്ചിയത്ത് പുതിയ പാർട്ടി ഉണ്ടാക്കി, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് RMP എന്നൊരു പാർട്ടി ഉണ്ടാക്കുകയും ചെയ്ത TP ചന്ദ്രശേഖരനെ 51 വെട്ടിയാണ് ഒരു സംഘം കൊന്നത്. അതിൻ്റെ പിന്നിലും ആരൊക്കെയാണ് ഉള്ളതെന്നത് ഇപ്പോഴും നിഗൂഢമാണ്. എല്ലാവർക്കും അറിയാം, പക്ഷേ അജ്ഞാതമാണ്. ഞാൻ പറഞ്ഞത് നിയമത്തിൻ്റെ മുന്നിൽ ഇപ്പോഴും അജ്ഞാതമാണ്. അവർ ചെയ്തവർ തന്നെ നേരിട്ട് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് വളരെ കൃത്യമായ നമ്മുടെ സംവിധാനങ്ങളെ വെച്ചുകൊണ്ട് നമ്മുടെ കാരശ്ശേരി പറയുന്ന പോലെ, MN കാരശ്ശേരി പറയുന്ന പോലെ, അല്ലെങ്കിൽ CP ജോൺ പറയുന്ന പോലെ ആത്മാവിൽ ജനാധിപത്യമില്ലാത്ത ഒരു പാർട്ടിയായി CPM മാറിയിട്ടുണ്ട്. ആത്മാവിൽ ജനാധിപത്യമില്ലെങ്കിൽ പിന്നെ എഴുതി വെച്ചതുകൊണ്ട് ജനാധിപത്യം, സ്വാതന്ത്ര്യം, സോഷ്യലിസം എന്നൊക്കെ എഴുതി വെച്ചതുകൊണ്ടും ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറഞ്ഞതുകൊണ്ടും കാര്യമില്ല. അകത്ത് ജനാധിപത്യം മരിച്ചുപോയി ഇല്ല എന്ന് തന്നെ പറയാം. കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ താഴെയുള്ളവരെ അടിച്ചമർത്തുന്നതും മുകളിൽ നിന്ന് എന്തും താഴോട്ട് കൊടുക്കുന്നതല്ല കേന്ദ്രീകൃത ജനാധിപത്യം എന്നുള്ളതാണ്. താഴെയുള്ളത് കൾമിനേറ്റ് ചെയ്ത് ചർച്ചകൾ കൊണ്ടുവന്ന് ഒരു ഫൈനൽ ഡിസിഷൻ കേന്ദ്രീകരിച്ചെടുക്കുന്നതാണ് കേന്ദ്രീകൃത ജനാധിപത്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. ഇത് അങ്ങനല്ല. ഇത് താഴെയൊന്നും ചർച്ച ചെയ്യേണ്ട, ഞങ്ങൾ മുകളിൽ നിന്ന് ഇങ്ങോട്ട് അടിച്ചു തരാം, അതാണ് കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറഞ്ഞ് അതിനെയും ഹൈജാക്ക് ചെയ്ത് പോയ ഒരു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അരുൺകുമാറിന് ഭയമുണ്ട്. ഫിസിക്കൽ ഭയമൊന്നുമില്ല, കൊല്ലുകയൊന്നുമില്ല. പക്ഷേ ഈ MLA സ്ഥാനത്തിലേക്ക് മത്സരിപ്പിക്കുമോ, അതോ സ്ഥാനങ്ങൾ പാർട്ടി ഭരണത്തിൽ വന്നാൽ കിട്ടേണ്ട സ്ഥാനങ്ങൾ കൊടുക്കാതിരിക്കുമോ, വലിയ ഭയത്തിലാണ് അരുൺകുമാർ. അതുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് പത്മഭൂഷൻ്റെ ബാൾ CPMൻ്റെ കോർട്ടിലേക്ക് എറിഞ്ഞിരിക്കുകയാണ് അരുൺകുമാറും VSൻ്റെ കുടുംബവും.